അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. ഈ ഫിഖിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ ആദ്യത്തെ 6 പാഠങ്ങളാണ്. സതുറുൽ ഔറത്തി, ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, അൽ ഖസ്റു വൽ ജംഉ, സലാത്തുൽ വിത്രി വത്തഹജ്ജുദി, സുജൂദു സഹ്വി, സലാത്തു തറാവീഹ് എന്നീ 6 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഫിഖിൽ പഠിച്ചു വെക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ 6 പാഠങ്ങളുടെയും ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 6 പാഠങ്ങളിൽ പല പാഠങ്ങളും കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ ഫിഖിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള 6 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പാഠം സതുറുൽ ഔറത്തി, ഔറത്ത് മറക്കുക. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് സതുറുൽ ഔറത്ത്, ഔറത്ത് മറക്കുക എന്നുള്ളത്. നമുക്ക് പാഠമൊന്ന് വായിക്കാം. ഔറത്ത് മറക്കൽ നിസ്കാരം സഹീഹാകാനുള്ള ഷർത്താണല്ലോ. അതിൽ ചെറിയവർ വലിയവർ എന്നോ ഒറ്റക്കോ ഇരുട്ടിലോ എന്ന വ്യത്യാസമില്ല. ഏത് സമയത്തും നമ്മൾ ഔറത്ത് മറച്ചിരിക്കണം. ഔറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായും മറക്കേണ്ടുന്ന ഭാഗം, അതിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. ഏത് സമയത്തും ഔറത്ത് മറച്ചിരിക്കണം. പുരുഷന്റെ ഔറത്ത് ഏതാണ്? മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. അപ്പോൾ നിർബന്ധമായും പുരുഷന്മാർ ആ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം അത് തുറന്നിടാൻ പാടില്ല, അത് മറ്റുള്ളവർ കാണാൻ പാടില്ല. നിർബന്ധമായും അത് മറച്ചിരിക്കണം. ഇനി സ്ത്രീയുടെ ഔറത്ത് പല സമയങ്ങളിലും പല രൂപത്തിലാണ്. അത് വിദ്യാർത്ഥികൾ വേർതിരിച്ച് മനസ്സിലാക്കണം. നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് എങ്ങനെയാണ്? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് മുഖം മറക്കാൻ പാടില്ല, മുൻകൈ മറക്കാൻ പാടില്ല, ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചിരിക്കണം. ഇനി അന്യപുരുഷന്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. അന്യപുരുഷന്മാരുള്ള സ്ഥലത്തേക്ക് സ്ത്രീ പോവുകയാണെങ്കിൽ അവിടെ സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ്, ഒരു ഭാഗവും പുറത്ത് കാണാൻ പാടില്ല. ഇനി ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. സ്ത്രീ ഒറ്റക്കാണ്, അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായവർ, ഉദാഹരണം ഉപ്പ അല്ലെങ്കിൽ സഹോദരൻ, ഇതൊക്കെ വിവാഹബന്ധം ഹറാമായവരാണ്. അങ്ങനത്തെവർ മാത്രമുള്ള സ്ഥലങ്ങളിൽ സ്ത്രീയുടെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. ഇനി അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ്. ഈ രൂപത്തിൽ പല സാഹചര്യങ്ങളിലും സ്ത്രീകളുടെ ഔറത്ത് വ്യത്യാസമാവുന്നുണ്ട്. അത് പ്രത്യേകം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇനി പ്രത്യേക ശ്രദ്ധക്ക്, തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഔറത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിർബന്ധമായും മറച്ചിരിക്കേണ്ട ഭാഗമാണ് ഔറത്ത്. ആ ഔറത്ത് മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം എങ്ങനത്തെ വസ്ത്രമായിരിക്കണം? തൊലിയുടെ നിറം കാണാത്തതായിരിക്കണം. എന്നാൽ ഇന്ന് പല സ്ത്രീകളും ധരിക്കുന്ന ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ അത് നെറ്റ് മോഡലാണ്. നേരെ തൊലിയുടെ നിറം വ്യക്തമായി കാണുന്ന രൂപത്തിലുള്ള ഡ്രസ്സാണ്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറക്കണം, അടിഭാഗം മറക്കേണ്ടതില്ല. ഔറത്ത് മറക്കാവുന്ന ഒന്നും ഇല്ലാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. ആ നിസ്കാരം മടക്കേണ്ടതില്ല. നിസ്കാരത്തിന്റെ സമയമായി. നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. പക്ഷെ ഔറത്ത് മറക്കാൻ ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം, പിന്നീട് ആ നിസ്കാരം മടക്കേണ്ടതില്ല. സുന്നത്തുകൾ: 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക, മറ്റൊന്ന് മുമ്പിൽ മറയുണ്ടെങ്കിൽ മേൽത്തട്ടമാക്കുക, ഇല്ലെങ്കിൽ അത് മുസല്ലയാക്കുക. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിൽ ഒരു മറയുണ്ടായിരിക്കൽ സുന്നത്താണ്. അങ്ങനെ മുമ്പിൽ മറയുണ്ടെങ്കിൽ 2ാമത്തെ വസ്ത്രം മേൽത്തട്ടമായി ഉപയോഗിക്കുക. ഇനി മറയില്ലെങ്കിൽ അത് മുസല്ലയായി ഉപയോഗിക്കുക. നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കുക, തലയും ചുമലും മറക്കുക. വെള്ള വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളല്. ശരീരവണ്ണം പ്രകടമാകുന്ന വസ്ത്രം പുരുഷന് ഉത്തമമല്ല, സ്ത്രീകൾക്ക് അത് കറാഹത്താണ്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാന്റ് അല്ലെങ്കിൽ അതുപോലത്തെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കലാണ് നല്ലത്.
നജസായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിലല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. നജസായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിൽ അല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ് നിസ്കരിക്കുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് നജസിൽ നിന്ന് ശുദ്ധിയാവണം എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ്. അതുകൊണ്ട് തന്നെ നജസായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിൽ അല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. നിസ്കാരത്തിൽ അതും പാടില്ല. ഇനി സ്വർണം, വെള്ളി, പട്ട് വസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇവ ധരിപ്പിക്കൽ അനുവദനീയമാണ്. ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. അത് വലത് കൈയിലാണ് ഉത്തമം. ചൂണ്ടുവിരലിലും നടുവിരലിലും കറാഹത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സെന്റൻസ് ആണ്. പുരുഷന്മാർക്ക് പട്ട്, സ്വർണം, വെള്ളി ആഭരണങ്ങൾ ഇതൊക്കെ ഹറാമാണ്. പക്ഷെ പുരുഷന്മാർക്ക് ഒരു വെള്ളി മോതിരം അനുവദനീയമാണ്. അത് എവിടെയാണ് ധരിക്കേണ്ടത്? വലത് കൈയിന്റെ ചെറുവിരലിലാണ് ധരിക്കേണ്ടത്. അതാണ് സുന്നത്ത്. അല്ലാതെ എല്ലാ വിരലുകളിലും മോതിരം വിട്ട് നടക്കുന്ന പല ആളുകളെയും നമ്മൾ കാണും. അതൊന്നും ശരിയായ രൂപമാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. പുരുഷന്മാർക്ക് അനുവദനീയമായത് എവിടെയാണ്? വലത് കൈയിന്റെ ചെറുവിരലിലാണ് മോതിരം ധരിക്കൽ സുന്നത്തുള്ളത്. ഇനി ചായം കൊടുക്കൽ. നെയ്തതിന് ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. തുന്നിയതിന് ശേഷം പിന്നീട് കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്തും കറുപ്പിക്കൽ ഹറാമുമാണ്. കറുപ്പിക്കാൻ പാടില്ല, അത് ഹറാമാണ്. പുരുഷന് കൈകാലുകളിൽ കാരണമില്ലാതെ മൈലാഞ്ചിയിടലും താടി വടിക്കലും ഹറാമാണ്. ഈ ഹുക്കുമുകൾ, ഈ വിധികൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അത്തദ്രീബാത്ത്. ഇഖ്തരി സഹീഹ ബിഹാദിഹി. താഴെയുള്ള ചോദ്യത്തിന് ശരിയായ ഉത്തരം ടിക്ക് മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. പുരുഷന്റെ ഔറത്തേതാണ്? തല മുതൽ കാല് വരെ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം, മുഖവും കൈയും. ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷൻ, മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്തേതാണ്? തല മാത്രം, കൈകാലുകൾ മാത്രം, മുഖവും രണ്ടു മുൻകൈയും ഒഴികെ എല്ലാം. മൂന്നാമത്തെ ഓപ്ഷൻ, മുഖവും രണ്ടു മുൻകൈയും ഒഴികെ എല്ലാം. പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം ഏതാണ്? സ്വർണമോതിരം, വെള്ളിമാല, ഒരു വെള്ളിമോതിരം. മൂന്നാമത്തെ ഓപ്ഷൻ, ഒരു വെള്ളിമോതിരം. വസ്ത്രത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം ഏതാണ്? കറുപ്പ്, വെള്ള, ചുവപ്പ്. ഏതാണ്? വെള്ളയാണ്. ഇനി ബയ്യിനിൽ അഹ്കാം. ഹുക്കുമുകൾ എഴുതാനാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ ഫിഖിഹിൽ ആദ്യത്തെ പാഠം അൽ അഹ്കാമു ശർഇയ്യ എന്നുള്ള പാഠമായിരുന്നു. അതിൽ നമ്മൾ വാജിബ്, ഹറാം, ഹലാല്, സുന്നത്ത്, കറാഹത്ത് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവും. അതിനാണ് ഹുക്കുമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹുക്കുമുകൾ വിശദീകരിക്കാനാണ്. ഒന്നാമത്തത്, നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ എന്താണ്? നമ്മളിവിടെ പറഞ്ഞു, അത് കറാഹത്താണ്. അപ്പോൾ കറാഹത്ത് എന്നുള്ള ഹുക്കുമാണ് അവിടെ എഴുതേണ്ടത്. നരച്ച മുടിക്ക് ചുവപ്പ്, മഞ്ഞ കളർ കൊടുക്കൽ സുന്നത്താണ്. കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ്. ഈ രൂപത്തിൽ അവിടെ ഹുക്കുമുകളാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ബയ്യൻ, വിശദീകരിക്കുക. അന്യപുരുഷന് സമീപം സ്ത്രീയുടെ ഔറത്ത് എന്താണ്? സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ്. പുരുഷന്റെ ഔറത്ത് ഏതാണ്? മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. പുരുഷന് അണിയൽ ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? പട്ട്, സ്വർണം, വെള്ളിയാഭരണങ്ങൾ, ഇതൊക്കെ അണിയൽ ഹറാമാണ്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് എങ്ങനെയാണ്? മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും മറഞ്ഞിരിക്കണം. പുരുഷൻ നരച്ച മുടിക്ക് മൈലാഞ്ചി ചായം ഇടുന്നതിന്റെ വിധി സുന്നത്താണ്. പ്രശ്നമില്ല, സുന്നത്താണ്. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ, താഴെയുള്ള ഈ സെന്റൻസുകൾ അത് ശരിയാണെങ്കിൽ ശരി അടയാളപ്പെടുത്തുക, തെറ്റാണെങ്കിൽ തെറ്റടയാളപ്പെടുത്തി ശരിയാക്കുക. ഒന്നാമത്തത്, പുരുഷൻ ചൂണ്ടുവിരലിൽ മോതിരം ധരിക്കുന്നതാണ് സുന്നത്ത്. ആണോ? തെറ്റാണ്. മറിച്ച് പുരുഷൻ ചെറുവിരലിൽ മോതിരം ധരിക്കലാണ് സുന്നത്ത്. 2, പുരുഷൻ സ്വർണവും പട്ടും ധരിക്കുന്നത് ഹലാലാണ്. തെറ്റ്, ഹറാമാണ്. ഔറത്ത് മറക്കാൻ ഒന്നുമില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. ശരി, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയോ അൽ അൻഷിതത്തു തത്ബീഖിയ്യ. പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻസ് ഒഴിവാക്കണം. അതുപോലെ വെള്ളവസ്ത്രം ശ്രേഷ്ഠമാണ് എന്നതിനുള്ള കാരണങ്ങൾ എന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളയാണ്. അതുകൊണ്ട് വെള്ളവസ്ത്രം വളരെ ശ്രേഷ്ഠമാണ്. ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം, ഇസ്തിഖ്ബാലുൽ ഖിബില. കിബിലയിലേക്ക് മുന്നിടൽ. ഇതും നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് തിരിയേണ്ടത്? കിബിലയിലേക്കാണ്. അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. വായിച്ചു നോക്കാം. നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ കിബിലക്ക് മുന്നിടൽ. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. മക്കയിലുള്ള പരിശുദ്ധമായ കഅബയാണ് നമ്മുടെ കിബില. അള്ളാഹു പറയുന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം
വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും ആ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. നേരത്തെ നമ്മുടെ ഖിബില മസ്ജിദുൽ അഖ്സയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു. ആ ആഗ്രഹത്തെ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഖിബിലക്ക് മുന്നിടേണ്ട രൂപം എങ്ങനെയാണ്? കഅബ കാണുന്നവർ ഉറപ്പായും അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് മുന്നിടേണ്ടത്. കഅബ കാണുന്ന ആളുകൾ നേരെ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുക. ഇനി കഅബ അറിയാത്തവർ അവരെന്താ ചെയ്യേണ്ടത്? ഒരു ധാരണ പ്രകാരവുമാണ് മുന്നിടേണ്ടത്. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് മുന്നിടണം. ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത് എന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ടും മുന്നിടണം. അപ്പൊ മലർന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ ഉള്ളൻകാലും മുഖവും കിബിലയിലേക്കാവണം. അപ്പൊ മുഖം കിബിലയിലേക്കാവണമെങ്കിൽ എന്ത് ചെയ്യണം? തലയണ പോലത്തത് വെച്ചു കൊടുക്കുമ്പോഴേ മുഖം കിബിലയിലേക്കാവുകയുള്ളൂ. മലർന്നു കിടക്കുന്നവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം പോലെയുള്ള കാരണത്താൽ കിബിലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. പിന്നീട് മടക്കണം രോഗം മാറിയതിനു ശേഷം. വെള്ളപ്പൊക്കം, തീപിടുത്തം, ഹിംസ്ര ജന്തുക്കൾ തുടങ്ങിയവയിൽ നിന്ന് ഭയന്നോടുമ്പോൾ കിബിലക്ക് മുന്നിട്ടോ അല്ലാതെയോ നിസ്കരിക്കാം. അവിടെ നമ്മൾ കിബില ശ്രദ്ധിക്കേണ്ടതില്ല. ഇനി യാത്രയിലെ നിസ്കാരം. ബസ്, ട്രെയിൻ, വിമാനം തുടങ്ങിയ ഏതു വാഹനങ്ങളിലുള്ള യാത്രയിലും സമയത്തിന്റെ പവിത്രത മാനിച്ച് സാധ്യമാവും വിധം ഫർള് നിസ്കരിക്കണം. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. കിബിലക്ക് മുന്നിടലടക്കമുള്ള ഷർത്തുകളും മറ്റു ഫർളുകളും പൂർണ്ണമായി പാലിച്ചാൽ പിന്നീട് ആ നിസ്കാരം മടക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ മടക്കണം. ഉദാഹരണം, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കിബിലയിലേക്കൊന്നും തിരിയാനുള്ള സൗകര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിലും നിസ്കാരത്തിന്റെ സമയമായാൽ ആ സമയത്തിന്റെ പവിത്രത മാനിച്ച് നമ്മൾ നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കരുത്. പക്ഷേ ഈ ഷർത്തും ഫർളൊന്നും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ആ നിസ്കാരം മടക്കണം. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ നടക്കുന്നവൻ റുകൂഉം സുജൂദും പൂർണ്ണമായ നിലയിൽ ചെയ്യലും അവയിലും തക്ബീറത്തുൽ ഇഹ്റാമിലും രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും ഖിബ്ലക്ക് മുന്നിടലും നിർബന്ധമാണ്. ഇനിയോ വാഹനത്തിലാണെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബ്ലക്ക് മുന്നിടണം. റുകൂഉം സുജൂദും പോകുന്ന ഭാഗത്തേക്കായി ആംഗ്യം കാണിച്ചാൽ മതി. കപ്പിത്താൻ അല്ലാത്ത കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിലും കിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഇതൊക്കെയാണ് കിബിലയിലേക്ക് മുന്നിടുന്നതിന്റെ വിവിധ രൂപങ്ങൾ. വിദ്യാർത്ഥികൾ വേർതിരിച്ചു മനസ്സിലാക്കുക. അത്തദ്രീബാത്ത്, താഴെയുള്ളതിന് ശരിയായ ഓപ്ഷനിൽ ടിക്ക് കൊടുക്കുകയാണ് വേണ്ടത്. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? അൽ മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദസ്, കഅബ. ഏതാണ്? കഅബയാണ്. കിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? നിസ്കാരം ഒഴിവാക്കണം. പിന്നീട് മാത്രം നിസ്കരിക്കണം. സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ, സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. അജീബ്, ഉത്തരം എഴുതാനാണ്. കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ കിബിലക്ക് മുന്നിടണം? കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും, എന്ന് വെച്ചാൽ കിടന്ന് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കലുണ്ട്, മലർന്നു കിടന്ന് നിസ്കരിക്കലുണ്ട്. അപ്പോൾ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ ഉള്ളൻകാലും മുഖവും കിബിലയിലേക്ക് തിരിക്കണം. കപ്പൽ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ടതുണ്ടോ? ഉണ്ട്. കപ്പിത്താനല്ലാത്ത മറ്റു കപ്പൽ യാത്രക്കാർ അവർ സുന്നത്ത് നിസ്കാരത്തിലും കിബിലയിലേക്ക് മുന്നിടണം. കഅബ കാണുന്നവരും അല്ലാത്തവരും എങ്ങനെ കിബിലക്ക് മുന്നിടണം? കഅബ കാണുന്നവർ കൃത്യമായി കഅബയിലേക്ക് തന്നെ മുന്നിടണം. അല്ലാത്തവർ ഒരു ധാരണ പ്രകാരം കഅബയിലേക്ക് മുന്നിടണം. വാഹനത്തിൽ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ പറഞ്ഞു. ബസ്, ട്രെയിൻ, വിമാനം തുടങ്ങിയ ഏത് വാഹനങ്ങളിലുള്ള യാത്രയിലും സമയത്തിന്റെ പവിത്രത മാനിച്ച് സാധ്യമാവും വിധം ഫർള് നിസ്കരിക്കണം. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ഇനി ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതില്ല. നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അന്നശാത്തു തത്ബീഖ്, താഴെയുള്ള അവസ്ഥകളിൽ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് തിരിയേണ്ട വിധം. വിദ്യാർത്ഥികൾ പാഠം നല്ല രൂപത്തിൽ വായിച്ച് അതെല്ലാം ഇവിടെ എഴുതി കൊടുക്കണം. നിൽക്കുന്ന സമയത്ത് എങ്ങനെ, ഇരിക്കുന്ന സമയത്ത് എങ്ങനെ, കിടക്കുന്ന സമയത്ത് എങ്ങനെ, നടക്കുന്ന സമയത്ത് എങ്ങനെ, നമ്മൾ ഓരോന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് വായിച്ച് ഇവിടേക്ക് എഴുതി കൊടുക്കുകയും വേണം. ഇനി അദ്ദർസു സാലിസ് അൽ ഖസറു വൽ ജംഉ. ഈ ഖസറും ജംഇനെ കുറിച്ചും കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഹലാലായ യാത്ര ചെയ്യുന്നവനിക്ക് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന ആനുകൂല്യമാണ് ഖസറും ജംഉം. ഹലാലായ യാത്രയിലെ നിസ്കാരത്തിന് ഇസ്ലാം ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ജംഉം ഖസറുമായി നിസ്കരിക്കൽ അതിലൊന്നാണ്. വേറെയും ഇളവുകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ജമ്മും ഖസറുമായി നിസ്കരിക്കൽ. എന്താണ് ജമ്മും ഖസറും എന്ന് പറഞ്ഞാൽ? ളുഹറും അസറും ഒന്നിച്ചും അല്ലെങ്കിൽ മഗ്രിബും ഇശാഉം ഒന്നിച്ചും രണ്ടിലൊന്നിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ജംഅ്. അപ്പോ ളുഹർ അസർ ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കരിക്കുക, മഗ്രിബ് ഇശാ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ഖസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് ഖസർ എന്ന് പറയുന്നത്. ളുഹർ അസർ ഇശാ ഇതാണ് 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ. അതിനെ 2ആയി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസർ എന്ന് പറയുന്നത്. ഇനി ഈ ജമ്മിനും ഖസറിനും ഒക്കെ ചില നിബന്ധനകളുണ്ട്. അതാണ് താഴെ പറയുന്നത്. എന്താണ് ജമ്മിന്റെയും ഖസറിന്റെയും നിബന്ധനകൾ? ദീർഘയാത്രയായിരിക്കുക. ദീർഘയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശം 2 മർഹല, ഏകദേശം 133 കിലോമീറ്റർ. ഏകദേശം 133 കിലോമീറ്റർ ദൈർഘ്യമുള്ള വഴിദൂരമുള്ള യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ജമ്മും ഖസറും അനുവദനീയമായിട്ടുള്ളത്. അനുവദനീയമായ യാത്രയാവുക ഹലാലായ മാർഗത്തിലൂടെയുള്ള യാത്രയാവണം. അല്ലാതെ ഏതെങ്കിലും ഹറാമായ കാര്യത്തിന് വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ അവിടെ ജമ്മും ഖസറും അനുവദനീയമല്ല. ലക്ഷ്യസ്ഥാനം അറിയുക, താമസിക്കുന്ന നാട് വിട്ട് കടക്കുക, ഇതെല്ലാം ജംഇനും ഖസറിനുമുള്ള ഷർത്തുകളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ ജമ്മും ഖസറും ചെയ്യാൻ പാടുള്ളൂ. ഇനി ഖസറിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഖസർ എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നിസ്കാരം 2ആയി ചുരുക്കുക, അതിനാണ് ഖസർ എന്ന് പറയാ. അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? നിയ്യത്തിൽ ഖസറിനെ കരുതണം. നിസ്കരിക്കുമ്പോൾ നിയ്യത്തിൽ ഈ ഖസറിനെ കരുതണം. അതുപോലെ നിസ്കാരം കഴിയുവോളം യാത്രയിലാവുക. യാത്രക്കാരനാണ് ഈ ജമ്മും ഖസറും അനുവദിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. നമ്മൾ യാത്രയിലാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി അവിടുത്തെ സ്ഥിര താമസക്കാരായ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്ത് നടക്കുന്നുണ്ട്, അവർ പൂർണ്ണമായിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ ഈ ഖസർ ഉദ്ദേശിച്ചാൽ അങ്ങനെ പൂർണ്ണമായി നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കണം. ഇനി ജംഅ് 2 വിധമുണ്ട്. എന്താണ് ജംഅ് എന്ന് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. 2 നിസ്കാരങ്ങൾ, ഉദാഹരണം ളുഹർ അസർ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്രിബ് ഇശാ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കുക, ഇതിനാണ് ജംഅ് എന്ന് പറയുന്നത്. ഈ ജംഅ് 2 വിധമാണുള്ളത്. ഒന്ന് ജമ്മു തഖ്ദീമും മറ്റൊന്ന് ജമ്മു തഅഖീറും. എന്താണ് ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ? അസർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കുക. തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിക്കുക എന്നാണ്. അങ്ങനെ അസറിനെ ളുഹറിലേക്കും അല്ലെങ്കിൽ ഇശാഇനെ മഗ്രിബിലേക്കും മുന്തിച്ച് ജമ്മാക്കുന്നതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മൾ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് ളുഹറിന്റെ സമയമായി, നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒത്തുവന്നു എങ്കിൽ അസറിനെ കൂടെ ആ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാം. അതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. അങ്ങനെ ജമ്മു തഖ്ദീം ചെയ്യണമെങ്കിൽ, മുന്തിച്ച് ജമ്മാക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. എന്തൊക്കെയാണത്? ആദ്യ നിസ്കാരം കൊണ്ട് തുടങ്ങുക. അപ്പോൾ ആദ്യം നമ്മൾ ളുഹർ നിസ്കരിക്കണം. ഇനി ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ ആദ്യം മഗ്രിബ് നിസ്കരിക്കണം. ആദ്യ നിസ്കാരത്തിൽ 2ാമത്തേതിനെ മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ആദ്യം ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് ആ ളുഹർ നിസ്കാരം കഴിയുന്നതിന് മുമ്പായി ഏതെങ്കിലും സമയത്ത് അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് നമ്മൾ കരുതണം. അധികം ഇടവേളയില്ലാതെ 2ഉം തുടരെയായി നിസ്കരിക്കുക. ളുഹർ നിസ്കരിച്ചു ഉടനെ തന്നെ അസറും നിസ്കരിക്കണം. അതിന്റെ ഇടയിൽ കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല. 2ാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിലാവുക. അപ്പോൾ ഈ ജമ്മിനും ഖസറിനും ഒക്കെ യാത്രയിലാവുക എന്നുള്ളത് നിബന്ധനയാണ്. കാരണം ഈ ജമ്മും ഖസറും അനുവദനീയമായത് യാത്രക്കാരനാണ്. അപ്പോൾ യാത്രയിലാവുക എന്നുള്ളതും നിബന്ധനയാണ്. ഇനി അടുത്തത് ജമ്മു തഅഖീർ. എന്താണ് ജമ്മു തഅഖീർ എന്ന് പറഞ്ഞാൽ? ജമ്മു തഖ്ദീമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജമ്മു തഅഖീർ. ളുഹർ അസറിന്റെയും മഗ്രിബ് ഇശാഇന്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമ്മു തഅഖീർ എന്ന് പറയുന്നത്. ജമ്മു തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിച്ച് നിസ്കരിക്കുക, ജമ്മു തഅഖീർ എന്ന് പറഞ്ഞാൽ പിന്തിച്ച് നിസ്കരിക്കുക. ഈ ജമ്മു തഖ്ദീമാണോ തഅഖീറാണോ നമ്മൾ ചെയ്യേണ്ടത്? അതൊക്കെ നമ്മുടെ യാത്രയുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ളുഹറിന്റെ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടാൽ അസറിനെ കൂടെ ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കാം. ഇനി നമ്മുടെ യാത്രയിൽ ളുഹറിന്റെ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല,
അല്ലെങ്കിൽ സൗകര്യം ഒക്കുന്നില്ല, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ സമയത്ത് നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഒക്കുന്നില്ല എങ്കിൽ ളുഹറിനെ അസറിലേക്ക് അല്ലെങ്കിൽ മഗ്‌രിബിനെ ഇശായിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജമാക്കി നിസ്കരിക്കാം. അതൊക്കെ നമ്മുടെ യാത്രയുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഏതായാലും ജമ്മു തഖ്ദീമും ജമ്മു തഅഖീറും അനുവദനീയമാണ്. രണ്ടും വിദ്യാർത്ഥികൾ വേർതിരിച്ചു മനസ്സിലാക്കുക. ജമ്മു തഅഖീറിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ജംആക്കുന്നുവെന്ന് കരുതുക. ഉദാഹരണം, നമ്മൾ യാത്ര പോകുന്നു, ളുഹറിന്റെ സമയമായി, പക്ഷേ ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഒത്തുവന്നിട്ടില്ല. പക്ഷേ കുറച്ചും കൂടെ യാത്ര ചെയ്താൽ നമുക്ക് അസറിന്റെ സമയമായാൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ ളുഹറിനെ അസറിലേക്ക് നമുക്ക് പിന്തിച്ച് ജമ്മാക്കാം. പക്ഷെ അങ്ങനെ പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹറിന്റെ സമയമായി, ആ സമയം കഴിയുന്നതിന് മുമ്പായി ഏതെങ്കിലും സമയത്ത് നമ്മൾ കരുതണം എന്ത്? ഈ ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്നുള്ള നിയ്യത്ത് ഉണ്ടാവണം. രണ്ട് നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലായിരിക്കുക എന്നുള്ളത് നിബന്ധനയാണ്. ഇനി അത്തദ്രീബാത്ത്, അജീബ്, ഉത്തരമെഴുതുക. ജമ്മും ഖസറുമായി നിസ്കരിക്കുന്നതിന്റെ നിബന്ധനകൾ എന്തെല്ലാം? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദീർഘയാത്രയായിരിക്കുക. ദീർഘയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് 133 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര. അനുവദനീയമായ യാത്രയാവുക, ലക്ഷ്യസ്ഥാനം അറിയുക, താമസിക്കുന്ന നാട് വിട്ടുകിടക്കുക. ഇതെല്ലാം ജമ്മിനും ഖസറിനുമുള്ള നിബന്ധനകളാണ്. ജമ്മു തഅഖീറിന്റെ നിബന്ധനകൾ ഏവ? അവസാനത്തിൽ നമ്മൾ പറഞ്ഞു, ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ജംആക്കുന്നുവെന്ന് കരുതുക. രണ്ട് നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലാവുക. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ളുഹർ, അസർ എന്നിവയും മഗ്‌രിബ്, ഇശാ എന്നിവയും ജംഅ ചെയ്യാം. ശരി. ഖസറാക്കാൻ നിസ്കാരത്തിനിടയിൽ കരുതിയാൽ മതി. ഖസറാക്കാൻ നിസ്കാരത്തിനിടയിൽ കരുതിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് തെറ്റാണ്. നിയ്യത്തിൽ എന്ത് ചെയ്യണം? നമ്മളത് കരുതിയിരിക്കണം. എല്ലാ നിസ്കാരവും ഖസറാക്കാൻ പറ്റുമോ? ഇല്ല. 4 റക്അത്തുള്ള നിസ്കാരമാണ് നമുക്ക് ഖസറാക്കാൻ പറ്റുന്നത്, 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാൻ പറ്റുന്നത്. ഇനി ശരി അടയാളപ്പെടുത്താനാണ്. ജമ്മും ഖസറും അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം എത്രയാണ്? 50, 80, 133. 133 കിലോമീറ്റർ ആണ് ജമ്മും ഖസറും അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം. ഖസർ എന്നാൽ എന്താണ്? 2 നിസ്കാരങ്ങളെ ഒന്നിച്ച് നിർവഹിക്കുക, നിസ്കാരം പൂർണ്ണമായി ചെയ്യുക. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുക. ഏതാണ്? 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് ഖസർ എന്ന് പറയുന്നത്. ജമ്മു തഖ്ദീം ഏതാണ്? ളുഹറിനെ അസറിലേക്ക് പിന്തിക്കുക, അസറിനെ ളുഹറിലേക്ക് മുന്തിക്കുക, മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിക്കുക. ഏതാണ്? തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിക്കലാണ്. അപ്പോൾ അസറിനെ ളുഹറിലേക്ക് മുന്തിക്കുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി അൽ അൻഷിതത്തു തത്ബീഖിയ, താഴെയുള്ളവയിൽ ജംഅ് ഖസർ അനുവദനീയമായവയും അല്ലാത്തവയും വ്യക്തമാക്കുക. ഒന്നാമത്തത് 150 കിലോമീറ്റർ ദൂരെയുള്ള ഹലാലായ യാത്ര. ഈ യാത്രയിൽ നമുക്ക് ജമ്മും ഖസറും അനുവദനീയമാണ്. രണ്ടാമത്തത് 120 കിലോമീറ്റർ ദൂരെയുള്ള രോഗിയായ ബന്ധുവിനെ കാണാൻ പോകുന്ന യാത്ര. അതിൽ ജമ്മും ഖസറും അനുവദനീയമല്ല. കാരണം 133 കിലോമീറ്റർ ചുരുങ്ങിയത് വഴി ദൂരം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഒരു മ്യൂസിക് പാർട്ടിയിൽ പങ്കെടുക്കാനായി 200 കിലോമീറ്റർ ദൂരെയുള്ള യാത്ര. ആ സമയത്ത് ജമ്മും ഖസറും അനുവദനീയമല്ല. കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഹലാലായ അനുവദനീയമായ യാത്ര ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ഇസ്ലാം നൽകുന്നത്. മ്യൂസിക് പാർട്ടി എന്ന് പറയുമ്പോൾ അത് തീർത്തും ഹറാമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഈ ജമ്മും ഖസറും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇനി അദ്ദർസുർ റാബി, 4ാമത്തെ പാഠം, സ്വലാത്തുൽ വിത്രി വത്തഹജ്ജുദി. വളരെ പ്രധാനപ്പെട്ട 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് വിത്റും തഹജ്ജുദും. രാത്രിയിലെ 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് വിത്റും തഹജ്ജുദും. റവാത്തിബ് നിസ്കാരങ്ങളെക്കാൾ, റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുന്നത്. അതിനേക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. എപ്പോഴാണ് വിത്റിന്റെ സമയം? ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണ് വിത്റിന്റെ സമയം. ഇശാ നിസ്കരിച്ചത് മുതൽ അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ഫജ്റിന്റെ മുമ്പായിട്ട് ഏത് സമയത്തും നിസ്കരിക്കാം. രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാവലാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ്. പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്താണ്.
അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്ത്, കൂടിയത് 11 റക്അത്ത്. ഒരു റക്അത്തിൽ മാത്രം ചുരുക്കാതെ ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കണം. ഒന്നിൽ കൂടുതൽ നിസ്കരിക്കുന്നവർ ഈ 2 റക്അത്തുകളായി നിസ്കരിച്ച് ഒറ്റ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3 റക്അത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുക. ഇനി 5 നിസ്കരിക്കുന്നതെങ്കിൽ ആദ്യം 2 റക്അത്തുകൾ നിസ്കരിക്കുക, പിന്നീട് ഒരു റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാന 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം താഴെ പറയും വിധം സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ളത്, രണ്ടാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഖുൽ ഹുവല്ലാഹ് എന്നുള്ള സൂറത്തും, പിന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും. ഈ സൂറത്തുകളാണ് അവസാനത്തെ 3 റക്അത്തുകളിൽ വിത്റിൽ നിസ്കരിക്കേണ്ടത്. ഈ സൂറത്തുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. പതിവായി ഒരു റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടിയത് 11ഉം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്തുമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു റക്അത്ത് മാത്രം പതിവാക്കുക എന്നുള്ളത് കറാഹത്താണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കുക. വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നും ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സീ സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്നും ചൊല്ലൽ സുന്നത്താണ്. റമദാനിൽ വിത്ർ ജമാഅത്തായി നിസ്കരിക്കലും റമദാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതലും സുന്നത്താകുന്നു. യഥാർത്ഥത്തിൽ വിത്ർ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്തൊരു സുന്നത്ത് നിസ്കാരമാണ്. പക്ഷേ റമദാനിൽ ഈ വിത്ർ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. റമദാനിന്റെ 2ാം പകുതിയിൽ വിത്റിന്റെ അവസാനത്തെ റക്അത്തിൽ നമ്മൾ സുബഹിയിൽ ഖുനൂത്ത് ഓതുന്നത് പോലെ ഈ വിത്റിന്റെ അവസാനത്തെ റക്അത്തിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. ഇനി അടുത്തത് തഹജ്ജുദ് നിസ്കാരം. രാത്രി ഉറങ്ങിയുണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. സാധാരണ രീതിയിലുള്ള 2 റക്അത്ത് നിസ്കാരമാണിത്. തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. തഹജ്ജുദ് വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ് എന്ന് ഈ ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. ഈ 2 റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം. എന്നാൽ റക്അത്തുകൾ കൂട്ടുന്നതിനേക്കാൾ ഉത്തമം നൃത്തം ദീർഘിപ്പിക്കലാണ്. 2 റക്അത്താണ് നിസ്കരിക്കുന്നത് എങ്കിലും നമ്മൾ അതിന്റെ നൃത്തത്തെ ദീർഘിപ്പിക്കലാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുക. കുറേ റക്അത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് 2 റക്അത്താണെങ്കിലും അതിൽ നൃത്തം ദീർഘിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന യാസീൻ ആ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നൃത്തം ദീർഘിക്കും. അങ്ങനെ നൃത്തം ദീർഘിപ്പിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. സ്വന്തമായി തഹജ്ജുദ് ശീലിക്കുന്നതോടൊപ്പം കുടുംബത്തെയും ഇതിന് പ്രേരിപ്പിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇനി ബയ്യൻ വിശദീകരിക്കാനാണ്. വിത്ർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജറിന്റെ ഇടയിലാണ് ഈ വിത്റിന്റെ സമയം. വിത്ർ നിസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം 1 റക്അത്താണ്. വിത്ർ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ അഅല, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 3ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പതിവായി 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നതിന്റെ വിധി കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹദീസിലൂടെ നമ്മൾ പറഞ്ഞു, അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്, പാപമോചനത്തിനുള്ള വഴിയാണ്, ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതാണ്, ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ്. ഇതെല്ലാം തഹജ്ജുദിന്റെ ഗുണങ്ങളാണ്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. ഒന്ന്, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. ശരി, കാരണം നേരത്തെ നമ്മളൊരു ഹദീസ് പറഞ്ഞു, അൽ വിത്റു ഹഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിന്റെ മേലിലും ബാധ്യതയാണ് എന്നുള്ളത്. 2, തഹജ്ജുദ് നിസ്കാരം ഇശാഇന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. തെറ്റ്. ഇശാ നിസ്കരിച്ച ഉടനെയല്ല, മറിച്ച് രാത്രി ഒന്ന് ഉറങ്ങി ഉണർന്നതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. വിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. ശരി.
തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല, ശരി, എത്രയും നിസ്കരിക്കാം. റമദാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ല, സുന്നത്തുണ്ട്. കാരണം വിത്ർ റമദാനിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത്. ഇനി കമ്മിൽ പൂർത്തിയാക്കുക. വിത്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ എണ്ണം 11 റക്അത്തുകളാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക, നമ്മൾ വിത്ർ നിസ്കാരത്തിന് ശേഷം ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. അന്നശാതു തത്ബീഖ്, ഗ്രൂപ്പ് ചർച്ച, തഹജ്ജുദ് ശീലിക്കുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, അതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി അദ്ദർസുൽ ഖാമിസ്, 5ാമത്തെ പാഠം സലാത്തു തറാവീഹ്. നമുക്കൊക്കെ പരിചയമുള്ളതാണ്, റമദാനിലുള്ള പ്രത്യേകമായ നിസ്കാരമാണ് സലാത്തു തറാവീഹ്. റമദാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. ഇതിന് ഖിയാമു റമദാൻ എന്നും പേരുണ്ട്. അപ്പോൾ തറാവീഹിന്റെ മറ്റൊരു പേരെന്താണ്? ഖിയാമു റമദാൻ. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തറാവീഹിന്റെ മറ്റൊരു പേര് ഖിയാമു റമദാൻ. തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. അങ്ങനെ വിശ്രമിച്ച് റെസ്റ്റ് എടുത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്. കാരണം 20 റക്അത്തുണ്ട്. ആ 20 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുകയല്ല, മറിച്ച് റെസ്റ്റ് എടുത്ത് നിസ്കരിക്കുക. അതുകൊണ്ടാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് ഇതിന്റെ സമയം. തറാവീഹ് 20 റക്അത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അതൻ സിവൽ വിത്രി. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമായിരുന്നു. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. അപ്പോൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. ഓരോ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. 20 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കലല്ല, അല്ലെങ്കിൽ 10 അങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കലല്ല. ഓരോ 2 റക്അത്തിലും നമ്മൾ സലാം വീട്ടൽ നിർബന്ധമാണ്. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന്, ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. തറാവീഹിന്റെ മറ്റൊരു പേരാണ് ഖിയാമു റമളാൻ. അപ്പോൾ തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത്, അല്ലെങ്കിൽ ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇശാ കഴിഞ്ഞ് ഉടനെ തന്നെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുന്നവർക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. കഴിഞ്ഞ പാഠത്തിൽ അൽ ഖസ്റു വൽ ജംഇൽ നമ്മൾ പറഞ്ഞു, മുന്തിച്ച് ജമ്മാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച ഒരാൾ ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം അയാൾക്ക് തറാവീഹും നിസ്കരിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ അവിടെ സമയമായിട്ടില്ല, പക്ഷെ ഇങ്ങനെ മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അവിടെ ഇശാഇന് ശേഷം തറാവീഹും നിസ്കരിക്കാവുന്നതാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. റമളാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹ് നിസ്കരിക്കുന്നതിലൂടെ അല്ലാഹു തആല നൽകുന്ന വലിയ പ്രതിഫലം എന്താണ്? കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ അതുവഴിയായി അല്ലാഹു തആല പുറത്തു തരും. തദ്രീബാത്ത് ബയ്യിൻ, തറാവീഹിന്റെ സമയം ഏതാണ്? ഇശാ നിസ്കരിച്ചത് മുതൽ ഫജ്ർ വരെയാണ് തറാവീഹിന്റെ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്? 8 ആണോ? അല്ല, 20 റക്അത്താണ്. തറാവീഹ് നിസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് ഖിയാമു റമളാൻ. തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വം അവസാനത്തിൽ നമ്മളൊരു ഹദീസ് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. തറാവീഹ് 10 റക്അത്താണ്, തെറ്റ് 20 റക്അത്താണ്. തറാവീഹ് നിസ്കാരം സുന്നത്താണ്, ശരി. തറാവീഹിന്റെ സമയം ഇശാഇന് ശേഷം ഫജ്ർ വരെയാണ്, ശരി. തറാവീഹ് 2 റക്അത്തായാണ് നിസ്കരിക്കേണ്ടത്, ശരി.
ഇനി കമ്മിൽ പൂർത്തിയാക്കാനാണ്. തറാവേഹ് ഡാഷ് മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ്, റമദാൻ മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ്. തറാവേഹ് 20 റക്അത്താണ്. തറാവേഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് തറാവേഹ്. അന്നശാത്തു തത്ബീഖ്, കഴിഞ്ഞ റമദാനിൽ തറാവേഹ് നിസ്കരിച്ച ദിവസങ്ങളുടെ എണ്ണം ചർച്ച ചെയ്യുക. ഇനി അവസാനത്തെ പാഠം അദ്ദറസു സാദിസ്, സുജൂദു സഹ്വ്, സഹ്വിന്റെ സുജൂദ്. എന്താണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ? നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിന്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഏതെല്ലാം അപാകതകളാണ് എന്ന് താഴെ പറയും. ആ അപാകതകളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന 2 സുജൂദാണ് സഹ്വിന്റെ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് സഹ്വിന്റെ സുജൂദിന്റെ രൂപം? സഹ്വിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദും അതിനിടയിലെ ഇരുത്തവും അടങ്ങുന്നതാണ് സഹ്വിന്റെ സുജൂദിന്റെ രൂപം. ഈ സുജൂദിന്റെ വിധി എന്താണ്? സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. എന്നാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമും ചെയ്യൽ നിർബന്ധമാണ്. അറിഞ്ഞും മനഃപൂർവവും ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്തില്ലെങ്കിൽ ഈ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകും. ജമാഅത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഇമാം എന്താണോ ചെയ്യുന്നത് അത് മഅ്മൂമും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇമാമിന് നിസ്കാരത്തിൽ വല്ല അപാകതകളും സംഭവിച്ചു, അതിന് പരിഹാരമായി സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ പിറകിലുള്ള മഅ്മൂമും ചെയ്യൽ നിർബന്ധമാണ്. ചെയ്തില്ലെങ്കിൽ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകും. ഇനി അതേപോലെ തന്നെ ഇമാമിന് അപാകത സംഭവിച്ചു, പക്ഷേ ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്തില്ല, മറിച്ച് മഅ്മൂമ് ചെയ്താലോ? അപ്പോഴും മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകും. ഇമാം എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത്. അതാണ് ജമാഅത്തിന്റെ ശൈലി. സുജൂദ് മറന്ന് സലാം വീട്ടിയ ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്താൽ എഴുന്നേറ്റു നിന്ന മസ്ബൂക്കും സുജൂദിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, ആ കഴിഞ്ഞ ഉടനെയാണ് ഇമാമിന് ഓർമ്മ വന്നത്. അങ്ങനെ ഇമാമ് പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ സഹ്വിന്റെ സുജൂദ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കി നിസ്കാരം പൂർത്തീകരിക്കാൻ വേണ്ടി എണീറ്റ് നിന്ന മസ്ബൂക്ക് ഇമാമിന്റെ കൂടെ തുടരൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. മസ്ബൂക്കിന് തന്റെ നിസ്കാരത്തിന്റെ അവസാനം വീണ്ടും സുജൂദ് സുന്നത്താണ്. മഅ്മൂമിന് മാത്രമായി തുടർച്ച വേളയിൽ സംഭവിക്കുന്ന തകരാറുകൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്, ഇമാമിന് അപാകതകളൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ മഅ്മൂമിന് പോരായ്മകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മഅ്മൂമ് സ്വന്തമായിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. താഴെ പറയുന്ന ഒരു കാരണമുണ്ടായ ഇമാം സഹ്വിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ മഅ്മൂമിന് അത് സുന്നത്തുണ്ട്. എന്തെല്ലാമാണ് സഹ്വിന്റെ സുജൂദിനുള്ള കാരണങ്ങൾ? 1, അബ്ആദ് സുന്നത്ത് മറന്നോ മനഃപൂർവമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. എന്തെല്ലാമാണ് അബ്ആദ് സുന്നത്തുകൾ എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ തഹിയാത്ത്, അതിനുവേണ്ടി ഇരിക്കൽ. അതുപോലെ ഒന്നാമത്തെ തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, ഖുനൂത്തിന് വേണ്ടി നിൽക്കുക. അതുപോലെ അവസാനത്തെ തഹിയാത്തിൽ നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ അബ്ആദ് സുന്നത്തുകൾ, ആ അബ്ആദ് സുന്നത്തുകൾ മറന്നോ അല്ലെങ്കിൽ മനഃപൂർവമോ ഒഴിവാക്കിയാൽ അതിന് പകരമായി സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഈ സഹ്വിന്റെ സുജൂദ് ഇമാമ് മറന്നാൽ അത് മഅ്മൂമിനിക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്നു ചെയ്യുക. ഉദാഹരണം, ഫിഅലിയായ ഒരു ഫർള് മറന്ന് വർദ്ധിപ്പിക്കുക. മനഃപൂർവ്വം ചെയ്താൽ അത് നിസ്കാരം ബാത്തിലാകും. ഫിഅലിയായ ഒരു ഫർള് പോലെ, ഉദാഹരണം സുജൂദ്, റുക്കൂ, ഇതൊക്കെ ഫിഅലിയായ ഫർളാണ്. അത് മനഃപൂർവ്വം നമ്മൾ വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ മറന്നു ചെയ്തു, അങ്ങനെ സംഭവിച്ചാൽ അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. മൂന്നാമത്തത് ഖൗലിയായ ഒരു കാര്യം സ്ഥാനം മാറ്റുക. ഉദാഹരണം, ഫാത്തിഹ, സൂറത്ത്, തശഹുദ്, ഖുനൂത്ത് തുടങ്ങിയവ അതിന്റെ സ്ഥാനത്തല്ലാതെ ഓതുക. ഉദാഹരണം, റുക്കോയിൽ പോയിട്ട് അറിയാതെ ഫാത്തിഹ ഓതി, അല്ലെങ്കിൽ അത്തഹിയാത്തിൽ ഇരുന്നപ്പോൾ അറിയാതെ ഫാത്തിഹ ഓതി. അങ്ങനെ സ്ഥാനം മാറിപ്പോയി. ഖൗലിയായ ഒരു കാര്യത്തിൽ സ്ഥാനമാറ്റം വന്നാലും അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം, അതുപോലെ സലാം, ഇത് രണ്ടും മനഃപൂർവ്വം സ്ഥാനം മാറ്റിയാലും
ഫിഅലിയായ ഫർള് വർദ്ധിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാകും. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിഅലിയായ ഒരു ഫർള് മറന്നുകൊണ്ട് ചെയ്താൽ അതിന് പരിഹാരമായിട്ട് ഈ സഹവിന്റെ സുജൂദ് ചെയ്യാം. എന്നാൽ മനഃപൂർവ്വം ചെയ്താലോ നിസ്കാരം ബാത്തിലാകും. അതേപോലെ തന്നെയാണ് തക്ബീറത്തുൽ ഇഹ്റാമും സലാമും ഖൗലിയായ ഫർളുകളാണ്. അത് മനഃപൂർവ്വം മാറ്റി സ്ഥാനം മാറ്റിയാൽ നിസ്കാരം ബാത്തിലാകും. കൂടുതലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിക്കുക. ഈ ഘട്ടത്തിൽ കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കുക. അവസാനം സഹവിന്റെ സുജൂദ് ചെയ്യണം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയം വന്നു. ഞാനിപ്പോ 4-മത്തെ ആണോ അല്ല 3-മത്തെ ആണോ നിസ്കരിക്കുന്നത് എന്ന് സംശയം വന്നാൽ കുറഞ്ഞതിൽ പിടിക്കുക. അല്ല, ഞാൻ 3-മത്തേതാണ് നിസ്കരിക്കുന്നത് എന്ന് കുറഞ്ഞ എണ്ണത്തിൽ പിടിച്ച് ഒരു റക്അത്ത് കൂടെ നിസ്കരിച്ച് അവസാനത്തിൽ ഈ സഹവിന്റെ സുജൂദ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട രൂപം. സലാമിന്റെ ശേഷമുണ്ടാകുന്ന സംശയത്തിന് പരിഗണനയില്ല. സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞു, അതിനുശേഷം വരുന്ന സംശയം അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. എന്നാൽ നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ ആണ് സംശയിച്ചതെങ്കിൽ മടക്കി നിസ്കരിക്കണം. ഇനി തദ്രീബാത്ത്. അജീബ്, ഉത്തരം എഴുതുക. സഹവിന്റെ സുജൂദ് എന്നാൽ എന്താണ്? സഹവിന്റെ സുജൂദ് എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നിസ്കാരത്തിലുണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിന്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, സഹവിന്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്? സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പാണ് ചെയ്യേണ്ടത്. 3, സുജൂദ് സഹവിന്റെ രൂപം എങ്ങനെയാണ്? അത് നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന രൂപം, സഹവിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദും അതിനിടയിൽ ഇരുത്തവും അടങ്ങുന്നതാണ് സഹവിന്റെ സുജൂദിന്റെ രൂപം. 4, ഇമാം സഹവിന്റെ സുജൂദ് ചെയ്താൽ മഅ്മൂം സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഇമാം ചെയ്താൽ മഅ്മൂം ചെയ്യൽ നിർബന്ധമാണ്. 5-മത്തത്, സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട 3 കാരണങ്ങൾ എഴുതുക. അവസാനമായി നമ്മൾ 4 കാരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അബ്ആദു സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്നു ചെയ്യുക, അല്ലെങ്കിൽ കൗലിയായ ഒരു കാര്യം സ്ഥാനം മാറ്റുക. അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 3 കാരണങ്ങളാണ് എഴുതേണ്ടത്. എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് സംശയിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? കുറഞ്ഞ റക്അത്തിന്റെ എണ്ണം പിടിച്ച് ബാക്കി നിസ്കരിച്ച് അവസാനത്തിൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. സഹവിന്റെ സുജൂദ് സലാമിന് ശേഷം ചെയ്യേണ്ടതാണ്. ശരിയാണോ? അല്ല, സലാമിന്റെ അല്പം മുമ്പാണ് ചെയ്യേണ്ടത്. മറന്ന് സലാം വീട്ടിയ ഇമാം സുജൂദിലേക്ക് മടങ്ങിയാൽ മസ്ബൂക്ക് മടങ്ങണം. മറന്ന് സലാം വീട്ടിയ ഇമാം സുജൂദിലേക്ക് മടങ്ങിയാൽ മസ്ബൂക്ക് മടങ്ങണം. അപ്പൊ മസ്ബൂക്കും മടങ്ങണം. ശരിയാണ്. ഇത്രയും പാഠങ്ങളാണ്, ഈ 6 പാഠങ്ങളാണ് ഫിഖ്ഹിൽ 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. ഇനിയും ഈ പാഠങ്ങളിൽ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.